ഇത് പൊട്ടിക്കെട്ടും താമസിക്കാതെ. ഇവർ പ്രസ്ഥാനം നശിക്കും. പ്രൈവറ്റ് പ്രസ്ഥാനം കേരളത്തിൽ നിന്ന് മാഞ്ഞു പോകും താമസിക്കാതെ. ഈ ഒരു ഭരണം വന്നുകൊണ്ട് മൊത്തം പോയി. ഈ ഭരണം വല്ലാത്തൊരു ഭരണമായി പോയി. ഇപ്പോൾ 3 പേരുള്ളെങ്കിൽ 2 പേരാക്കി. അത് 400 രൂപ 500 രൂപയ്ക്കാണ് ഞങ്ങളിപ്പോൾ ജോലി ചെയ്യുന്നത്. ഓരോ സ്റ്റോപ്പുകളിൽ കൊണ്ട് നിർത്താൻ സ്ത്രീ യാത്രക്കാർ ഒറ്റ മനുഷ്യൻ വണ്ടിക്കകത്ത് കയറാറില്ല. ഇവർ വെറുതെ വയ്യോളം ഇങ്ങനെ കാലി കിടന്ന് ഓടുക. ഞങ്ങൾക്ക് സങ്കടമുണ്ട് ഇതൊക്കെ കാണുമ്പോൾ. നമുക്ക് ഒരുപാട് ചിലവും കാര്യങ്ങളും കുട്ടികളും എല്ലാം ഉള്ളവരായി. ആകെ 3 ദിവസം ഇപ്പോൾ ഡ്യൂട്ടിയുള്ളൂ. ആവശ്യമുള്ളവർക്കും ആവശ്യമില്ലാത്തവർക്കും അല്ലാത്ത ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കും. ഇങ്ങനെ ചെയ്യാതെ കൊണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളെ ഒഴിവാക്കണമായിരുന്നു. അവരെ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത് കുഴപ്പമില്ല. അതല്ലെന്നുണ്ടെങ്കിൽ പ്രായപരിധി നിശ്ചയിച്ചിട്ട് ജെൻസിനും ലേഡീസിനും ഒരേ പരിഗണന കൊടുക്കണമായിരുന്നു. 60 വയസ്സിന് മേലോട്ട് അവരിപ്പോൾ ജോലി ചെയ്യാതല്ലേ ജീവിക്കുന്നത്. പെൻഷൻ കൊണ്ട് ജീവിക്കുന്നവർ അങ്ങനെ ഒരു പരിഗണന കൊടുക്കാതിരുന്നത് ഇതിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റത്തില്ല. നീണ്ടരയെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് രാമംകുളകരയെന്ന് ഒരു ടിക്കറ്റ് കയറുന്നു. ഒരു ടിക്കറ്റ് കൊല്ലത്തിറങ്ങാൻ അത്രയുടെ എണ്ണയാവും. ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 1-ാം തീയതി മുതലാളിമാർ കയറ്റിയിടുന്ന പറഞ്ഞത് അവർക്ക് വിഷയമില്ല. ഞങ്ങൾ സാധാരണക്കാർ തൊഴിലാളികളാണ് ബുദ്ധിമുട്ടുന്നത്. ഇപ്പോൾ 2 പേര് 15 ദിവസം 15 ദിവസം ഡ്യൂട്ടിയാണ്. അപ്പോൾ എനിക്ക് 15 ദിവസം, അടുത്ത മറ്റേ 15 ദിവസം. അപ്പോൾ 15 ദിവസം ഞാൻ വീട്ടിൽ ചുമ്മാ അയക്കണം. എല്ലാം കൊണ്ടും ഇപ്പോൾ വരുന്നവരെല്ലാം കൂട്ടമായിട്ട് നിന്നിട്ട് ബസ് സ്റ്റാൻഡ് വരെ പോകണമെങ്കിൽ പ്രിയദർശിനി കാത്തിരിക്കുക. ഡെയിലി ഒരു 100 രൂപ 150 രൂപ ബാറ്റ കെട്ടിക്കൊണ്ടെന്ന് അതുമില്ല. ഇപ്പം ബാറ്റയെന്ന് പറയുന്ന സംഭവം കണ്ടിട്ട് തന്നെ ദിവസങ്ങളായി. അന്നേരം ഞങ്ങളുടെ കഞ്ഞൂടി എല്ലാം മുട്ടിക്കുക. ഇന്നലെ വണ്ടി വിറ്റത് 3400 രൂപ. അത് 2 ശമ്പളം കഴിഞ്ഞ് 1700 രൂപ ഡീസൽ അടിച്ചത്. മുതലാളിക്കൊന്നുമില്ല. നമ്മളെ വയറ്റത്ത് അടിച്ചു. നമ്മളിപ്പോൾ പട്ടിണിയും പരോട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ ഞാൻ പോലെ ഇഷ്ടംപോലെ ഒരുക്കാരുണ്ട്.